സുഖമല്ലെല്ലാവർക്കും അജ്മലുണ്ടോ ബഹ്റൈനിൽ നിന്നാണ്. ഇന്ന് ഈ ചെയ്യുന്ന വീഡിയോ ബഹ്റൈനിലുള്ള പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ഉണ്ട്. അതായത് ഈ പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടില്ല എയർപോർട്ട് ലോഞ്ച് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടായാൽ മതിയെന്ന്. അപ്പോൾ ഈ നാട്ടിലെ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് മിക്കതിലും കാര്യമില്ല, കാരണം മിക്ക കാർഡിലും ലോഞ്ച് ആക്സസ് ഉണ്ടാവില്ല. ആ സമയത്ത് GCCയിലെ മിക്ക കാർഡുകളിലും ലോഞ്ച് ആക്സസ് ഉണ്ട്. പിന്നെ വേറെ കേസുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോഞ്ച് ആക്സസ് ഉള്ള GCCയിലെ കാർഡ് കിട്ടണമെങ്കിൽ, ബഹ്റൈനിലെ കാർഡ് കിട്ടണമെങ്കിൽ 300 ദിനാർ നമ്മൾ സാലറി കാണിക്കണം. 200 ദിനാർ സാലറി ഉള്ളവർക്കും ഈ ക്രെഡിറ്റ് മാക്സിൻ്റെ ക്രെഡിറ്റ് കാർഡ് കിട്ടും, പക്ഷേ അതിന് ലോഞ്ച് ആക്സസ് ഉണ്ടാവില്ല. 300 ദിനാറെങ്കിലും മിനിമം സാലറി കാണിച്ചാൽ ലോഞ്ച് ആക്സസ് കിട്ടുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബഹ്റൈനിലുള്ള മിക്ക പ്രവാസികളും ഏകദേശം 300 ദിനാർ, 300 എന്നുള്ള ഏകദേശം 200 ആ റേഞ്ചിൽ സാലറി വാങ്ങുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ 300 ദിനാറിൻ്റെ കാർഡ് കിട്ടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് കയ്യിലില്ലെങ്കിൽ ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് STC പേയുടെ ഒരു ATM കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമില്ല, നമുക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റും. STC പേയുടെ ATM കാർഡ് കിട്ടാനായിട്ട് നമുക്ക് സാലറി സർട്ടിഫിക്കറ്റോ അങ്ങനെ ഒരു സംഭവം കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാത്ത മറ്റ് GCC രാജ്യങ്ങളിൽ ഈ STC പേയുടെ ഒക്കെ സൗകര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ വീഡിയോ ബഹ്റൈനിലുള്ള പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ STC പേയുടെ കാർഡും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കിട്ടേണ്ടത്, എങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്കത് സംസാരിക്കില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാം, വീഡിയോ ഇഷ്ടപ്പെട്ട് ചെന്ന് സപ്പോർട്ട് ചെയ്യാണ്ട്. ആദ്യം തന്നെ പറയാനുള്ള സംഭവം, നാട്ടിൽ Paytm ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ Paytmൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാങ്കിൽ നിന്ന് ആദ്യം ക്യാഷ് Paytmലേക്ക് ആഡ് ചെയ്യണം, എന്നിട്ടാണ് നമ്മൾ ഈ ഒരു Paytm മണി പോലെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൽ വരുന്നത്. ആദ്യം നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് STC പേയിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ ബഹ്റൈനിൽ ബെനിഫിറ്റ് പേ ഒക്കെ ഉപയോഗിക്കുന്നില്ല, അക്കൗണ്ടായിട്ട് ലിങ്കായിട്ട്. അതുള്ള എല്ലാ സംഭവങ്ങൾക്കും ഇത് ഉപയോഗിക്കാം, പക്ഷേ ആദ്യം നമ്മൾ ക്യാഷ് STC പേയിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലേ സ്റ്റോറിൽ പോയിട്ട് STC പേ BH എന്ന് സെർച്ച് ചെയ്യുക. അതായത് STC പേ എന്ന് മാത്രം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ആപ്ലിക്കേഷൻ വേറെ ആയിരിക്കും. STC പേ BH എന്ന് ടൈപ്പ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ ആപ്പിലും രജിസ്റ്റർ ചെയ്യില്ല. അതുപോലെ തന്നെ CPR നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആപ്പിൽ രജിസ്റ്റർ ചെയ്യാതെ. ഈ രജിസ്റ്ററൊക്കെ ചെയ്ത് ആപ്ലിക്കേഷനകത്ത് കയറി കഴിഞ്ഞിട്ട് അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ടാവും, ഫിസിക്കൽ കാർഡ് എന്ന് പറഞ്ഞിട്ട്. ആ ആപ്ലിക്കേഷനിൽ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 3 കാർഡ് കാണിക്കും. അതിൽ ഏറ്റവും കുറഞ്ഞത് പ്ലാറ്റിനം കാർഡാണ്. അത് ഏകദേശം ഒരു 3.5 ദിനാറും ടാക്സും കൊടുത്താലാണ് ആ കാർഡ് കിട്ടുള്ളൂ. ആ കാർഡിൽ നമുക്ക് ലോഞ്ച് ആക്സസ് ഉണ്ടാവില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറൊരു കാർഡുണ്ട്, എലൈറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട്. ആ കാർഡിന് 15.5 ദിനാറും സർവീസ് ചാർജും കൊടുക്കും. ആ കാർഡിന് നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ആണ്. അത് അൺലിമിറ്റഡ് ആക്സസ് ആണത്. ഈ 15.5 ദിനാറും ടാക്സും എന്നുള്ളത് ചില സമയങ്ങളിൽ ചില ഓഫറൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തിരി കുറയും കേട്ടോ. എന്നാലും ഏകദേശം ആ ഒരു റേഞ്ചിനോളം വരും. അത് മാത്രമല്ല, എല്ലാ വർഷവും റിന്യൂവലും ചെയ്യണം ഈ കാർഡ്. ആ സമയത്തും ചിലപ്പോൾ ചില ഓഫറുകളൊക്കെ കിട്ടി റേറ്റ് ഇത്തിരി കുറയാനും സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെ ഈ എമൗണ്ട് ഒരു നഷ്ടമായിട്ടൊന്നും കണ്ടോ. വേൾഡ് വൈഡായിട്ട് ഇൻ്റർനാഷണൽ ലോഞ്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഈ കാർഡ് വെച്ചിട്ട്. നമ്മൾ ഈ തുടങ്ങിയപ്പോൾ തന്നെ ഈ ലോഞ്ചിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ലോഞ്ച് ആക്സസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കാർഡാണെന്ന്. അല്ല കേട്ടോ, ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, നാട്ടിലായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ക്യാഷ് അയക്കാം. അതിൽ എനിക്കിപ്പോൾ ഞാൻ ചെക്ക് ചെയ്തിട്ട് എല്ലാ എക്സ്ചേഞ്ചുകളെക്കാളും കൂടുതൽ റേറ്റ് തരുന്നത് STC പേ എന്നാണ് നമുക്ക് നാട്ടിലായിട്ട് ക്യാഷ് അയക്കാനായിട്ട്. മാത്രമല്ല, ഇപ്പോൾ ഇതിന് ചെക്ക് ചെയ്തിട്ട് അതിൽ സർവീസ് ചാർജും കാണിക്കുന്നില്ല. സർവീസ് ചാർജ് ഫ്രീ ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ STC പേയിലേക്ക് ക്യാഷ് ആഡ് ചെയ്യുമ്പോൾ ഒരു 100 ഫിൽസ് അവർ സർവീസ് ചാർജ് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതില്ലാതെ ക്യാഷ് കയറ്റാനൊരു വഴിയാണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാലറി കിട്ടുമ്പോഴല്ല ഫുൾ എമൗണ്ട് ആദ്യം തന്നെ നമ്മൾ STC പേയിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നാട്ടിലായിട്ട് എത്രയാണ് അയക്കേണ്ടത്, നമ്മൾ ആ ക്യാഷ് നാട്ടിലായിട്ട് അയക്കാം. അപ്പോൾ അതിന് 0 സർവീസ് ചാർജാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സർവീസ് ചാർജ് കൊടുത്ത് എങ്ങനെ പോയാലും എക്സ്ചേഞ്ചിൽ നിന്ന് അയക്കണമെങ്കിൽ 1 ദിനാറോളം എന്തായാലും നമുക്ക് ചാർജ് വരുന്നുണ്ട്. ആ ചാർജും ഇവിടെ ഫ്രീ ആണ്. മാത്രമല്ല, എക്സ്ചേഞ്ചുകാർ തരുന്നതിലും കൂടുതൽ ചാർജും നമുക്ക് STC പേയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചാർജല്ല, റേറ്റ്, കറൻസിയുടെ റേറ്റ് മറ്റുള്ളവർ തരുന്നതിലും കൂടുതലായിട്ടാണ് ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. എങ്ങനെ പോയാലും ഒരു 50 പൈസയുടെ ഒക്കെ കൂടുതൽ എന്തായാലും ഇതിന് റേറ്റ് കിടക്കുന്നുണ്ട് കൂടുതലായിട്ട്. നാട്ടിലായിട്ട് അയക്കാനുള്ള ക്യാഷൊക്കെ അയച്ചിട്ട് ബാക്കി നമുക്ക് ഇവിടെ വരുന്ന ചിലവുകളെല്ലാം തന്നെ നമ്മൾ ഈ STC പേയുടെ കാർഡ് വെച്ച് ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമാതിരി ക്യാഷ് ബാക്ക് ഓഫറുകളും ഒരുപാട് ഓഫറുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ബെനിഫിറ്റ് പേ ചെയ്യില്ല, അതുപോലെ തന്നെ നമുക്കൊരു ചായ കുടിച്ചാൽ
അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും സംഭവങ്ങളാണെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കടകളിലൊക്കെ ചെല്ലുമ്പോൾ ബെനിഫിറ്റ് പേയുടെ QR കോഡ് വെച്ചിട്ടുണ്ടല്ലോ, ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് തന്നെ നമുക്ക് STCPയിൽ നിന്ന് ക്യാഷ് പേ ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ വഴി ക്യാഷ് അയക്കുമ്പോൾ നമുക്ക് ഈ ക്യാഷ് ബാക്ക് ഓഫറുകളൊന്നും കിട്ടില്ല. നമ്മൾ ഈ STCPയുടെ കാർഡ് വെച്ച് തന്നെ ട്രാൻസാക്ഷൻ നടത്തിയാലാണ് നമുക്ക് ക്യാഷ് ബാക്ക് ഓഫറുകൾ കിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ മാളിലൊക്കെ ചെല്ലുമ്പോൾ കഴിയുമ്പോൾ ഈ STCPയുടെ കാർഡ് വെച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ നോക്കിയിടത്തോളം ഒരു 3% ക്യാഷ് ബാക്ക് ഓഫർ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ 3% ക്യാഷ് ബാക്ക് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാർഡ് എടുക്കാനായിട്ട് കൊടുക്കുന്ന ഈ 15 ദിനാറിൻ്റെ ക്യാഷ് ഇവിടുന്ന് തന്നെ നമുക്ക് ഓൾറെഡി മുതലാവും. പിന്നെ ഈ എയർപോർട്ട് ലോഞ്ച് കിട്ടുന്ന അതിൻ്റെ മുകളിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റായിട്ട് കരുതിയാൽ മതി. മാത്രമൊന്നുമല്ല, ഒരുപാട് ഓഫറുകൾ STCPയുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാം ഞാനിപ്പോൾ കയറി നോക്കിയിട്ടാണ് ഓർമ്മയിൽ വരുന്നില്ല. അതുകൊണ്ടാണ് അതിന് ഒരുപാട് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പതുക്കെയാണ് നിർത്തുന്നത് കേട്ടോ. അതിൽ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ വേറെ കേസ് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ STCPay BH ബഹ്റിൻ്റെ BH വെച്ച് ടൈപ്പ് ചെയ്യണം. STCPay എന്ന് ടൈപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വേറെയാണ്. ഞാൻ ആദ്യം ഡൗൺലോഡ് ചെയ്തപ്പോൾ STCPay എന്ന് മാത്രം അടിച്ച് ഡൗൺലോഡ് ചെയ്തു, അതിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലായിട്ട് STCPay BH എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ഈ ബെനിഫിറ്റിൻ്റെ QR കോഡ് വെച്ച് തന്നെ STCPയിൽ നിന്ന് ക്യാഷ് പേ ചെയ്യാൻ പറ്റുന്നു. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിക്കണം അതെങ്ങനെയാണ് ചെയ്യണേന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഈ ബെനിഫിറ്റ് പോലെ തന്നെ ഫൗറി പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ടാവും. ഫൗറി പ്ലസ് അല്ല, മണി സെൻറ്റിൽ കയറിയാലും അത് അങ്ങനെ തന്നെ കാണിക്കും. അപ്പോൾ ഈ സാധാരണ നമ്മൾ ബെനിഫിറ്റിൽ പേ ചെയ്യുന്ന പോലത്തെ ഒരു സ്ക്രീൻ തന്നെ ഇവിടെ വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യുന്ന ആ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ ബെനിഫിറ്റിൻ്റെ തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബാങ്കിൻ്റെ IBAN നമ്പറാണ് അവിടെ വരുന്നത്. ആ IBAN നമ്പർ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് അടിച്ചിട്ട് നമുക്ക് ക്യാഷ് പേ ചെയ്യാം. അത് നേരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ പൊക്കോളും. പിന്നെ ഈ ബെനിഫിറ്റ് പേയിലേക്ക് എന്തായാലും ക്യാഷ് വന്ന് വീണൊന്നുമില്ല. ബെനിഫിറ്റ് ഒരു ഏജൻറ്റ് പോലെ നിൽക്കുന്നതല്ല, നമ്മൾ അയക്കുന്ന കാശ് നേരെ അക്കൗണ്ടിലേക്ക് തന്നെയാണല്ലോ വീഴുന്നത്. IBAN നമ്മൾ സ്കാൻ ചെയ്ത് ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ IBAN വരുന്നതല്ല. ഈ IBAN വെച്ച് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷ് നേരെ അക്കൗണ്ടിലേക്ക് വീഴും. ഈ STCPയുടെ നമ്പർ വെച്ച് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ STCPയുടെ വാലറ്റിലേക്ക് ഈ ഫണ്ട് വന്ന് വീഴുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു സംഭവം പറഞ്ഞില്ല, STCPയുടെ വാലറ്റിലേക്ക് നമ്മൾ ഫണ്ട് ക്യാഷ് ആഡ് ചെയ്യുമ്പോൾ ഒരു 100 രൂപ സർവീസ് ചാർജ്, 100 രൂപയല്ല 100 ഫിൽസ് സർവീസ് ചാർജ് പിടിക്കുന്നുണ്ടല്ലോ. അതില്ലാതെ നമുക്ക് ക്യാഷ് ആഡ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ STCPയുടെ പ്രൊഫൈലിൽ കയറുമ്പോൾ അതിനകത്ത് IBAN നമ്പർ എന്ന് കാണിച്ചിട്ടുണ്ടാവും. ആ IBAN നമ്പർ നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബെനിഫിറ്റിൽ വന്നിട്ട് നമ്മൾ ബെനിഫിറ്റിൽ നിന്ന് നമ്മൾ ക്യാഷ് സെൻഡ് ചെയ്യില്ലേ, ആ ഓപ്ഷൻ എടുത്തിട്ട് അതിൽ മൊബൈൽ നമ്പർ കാണിച്ചിരിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് IBAN എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ IBAN ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ IBAN നമ്പർ അടിക്കാനുള്ളൊരു കോളം കാണിക്കും. അപ്പോൾ ആ IBAN നമ്പർ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ STCPയുടെ വാലറ്റിലേക്കാണ് ആ ഫണ്ട് പോകുന്നത്. മാത്രമല്ല ആ 100 ഫിൽസിൻ്റെ സർവീസ് ചാർജ് എന്തായാലും അവിടെ കട്ട് ചെയ്യില്ല. കാര്യം കൂടെ പറയാം, നമ്മൾ ഈ ഫിസിക്കൽ കാർഡ് നമ്മൾ എടുക്കില്ലേ, നമ്മൾ ഇതിന് ആപ്ലിക്കേഷനിൽ കയറിയിട്ട് അപ്ലൈ ഫിസിക്കൽ കാർഡ് കൊടുക്കുമ്പോൾ 3 കാർഡാണ് കാണിക്കുന്നത്. ആദ്യം ഒരു പ്ലാറ്റിനം കാർഡ് എന്നൊരു കാർഡുണ്ട്, അത് 3.5 ദിനാറാണ് അതിൻ്റെ സർവീസ് ചാർജ് വരുന്നത്. 3.5 ദിനാറും ടാക്സും വരുന്നുണ്ട്. ആ കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ലോഞ്ച് ആക്സസ് ഉണ്ടാവില്ല കേട്ടോ. ബാക്കിയുള്ള ഈ ക്യാഷ് ബാക്ക് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന് ലോഞ്ച് ആക്സസ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ടുള്ളതാണ് എലൈറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനാണ് ഈ 15 ദിനാറ് സർവീസ് ചാർജും പിന്നെ അതിൻ്റെ ടാക്സും വരുന്നത്. ആ കാർഡിലാണ് നമുക്ക് എന്താ പറയുക ഈ ക്യാഷ് ബാക്ക് ഓഫറും ഈ എയർപോർട്ട് ലോഞ്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേറെ ഇതിലും കൂടിയൊരു കാർഡുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നു, അതിന് 40 ദിനാറ് സർവീസ് ചാർജ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ലോഞ്ച് ആക്സസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മിക്കവരും ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ മുകളിലേക്കാണ്. ഈ ക്രെഡിറ്റ് കാർഡൊക്കെ എടുക്കുന്നതിലും കുറച്ചും കൂടെ ബെറ്റർ ഇതാണ്. കാരണം ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർഷത്തിൽ 25 ദിനാറ് സർവീസ് ചാർജ് വരും. പക്ഷേ ഇതിൽ നമുക്ക് 15 ദിനാറാണ് നമുക്ക് സർവീസ് ചാർജ് വരുന്നത്. അപ്പോൾ മാത്രമല്ല ചില സമയങ്ങളിൽ ഓഫറൊക്കെ ഇടുമ്പോൾ നമ്മൾ ഈ ഇയർലി റിന്യൂവൽ ചെയ്യേണ്ട സമയമാകുമ്പോൾ ഈ STC എന്തെങ്കിലും ഓഫറൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലും കുറച്ച് ക്യാഷ് കുറഞ്ഞാണ് വരുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഓൾറെഡി ചെറിയൊരു ഓഫർ എടുപ്പുണ്ട്. ഏകദേശം ഒരു 17 ദിനാറോളൊക്കെ വരുന്നതിന് എനിക്കിപ്പോൾ ഏകദേശം ഒരു 16 ദിനാറ് മാത്രം അടച്ചാൽ മതി. ഈ ലോഞ്ച് ആക്സസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടത്, അതായത് ഈ ആപ്പിൽ തന്നെ കാണിച്ചിട്ടുള്ള സംഭവമാണ്. ലോഞ്ച് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. അത് ഈ മാസ്റ്റർ കാർഡൊക്കെ യൂസ് ചെയ്യുന്നവർ സാധാരണ രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിനകത്തൊരു പാസ് കിട്ടും. ആ പാസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലോഞ്ച് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് പറയേണ്ട ഒരു സംഭവമുണ്ട്. അതായത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് ഈ STCPയുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കണമെങ്കിൽ അവരുടെ നമ്പർ എന്ന് പറയുന്നത് 77123123, അതായത്
77123123 ഈ നമ്പറിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ അവരുടെ കസ്റ്റമർ കെയറിലേക്ക് കറക്റ്റ് ആവും. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാം കേട്ടോ. ക്രെഡിറ്റ് കാർഡിനെ അപേക്ഷിച്ച് ഈ STC പേയുടെ കാർഡിന് വേറൊരു ഗുണം കൂടി ഉണ്ട്. ഇപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷാവർഷം തന്നെ റിന്യൂവൽ ചാർജ് ഇല്ലേ. ബഹ്റൈനിലെ കാർഡുകൾക്ക് 25 ദിനാറ് സർവീസ് ചാർജ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻ കേസ് നമുക്ക് ഈ കാർഡ് വേണ്ട എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളൊക്കെ നമ്മൾ പോയി ക്യാൻസൽ ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത വർഷം വരുന്ന റിന്യൂവൽ ചാർജ് നമ്മുടെ അക്കൗണ്ടിൽ കയറി കിടന്ന് അത് പിന്നെ ഫൈനായിട്ട് പെരുകി വരും. ആ സമയത്ത് നമ്മൾ ഈ STC കാർഡ് ഇപ്പോൾ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളൊന്നും ചെയ്യേണ്ട, അത് അടുത്ത അവിടെ വെച്ചാൽ മതി. 6 മാസം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് കട്ടായിക്കോളും. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വർഷത്തെ റിന്യൂവൽ ചാർജൊക്കെ ഒന്ന് നമ്മുടെ അക്കൗണ്ടിൽ കയറുമോ അങ്ങനെയുള്ള യാതൊരു പേടിയുടെ ആവശ്യമില്ല കേട്ടോ. ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനായിട്ടൊന്നും ഓർമ്മയിൽ വരുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒരു വീഡിയോ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അതായത് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളത് തുടക്കം തൊട്ട് ഇത് ചെയ്യുന്നത്, ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു എക്സ്ട്രാ ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ STC പേ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് STC പേ ഡൗൺലോഡ് ചെയ്യണം. അതിന് നമ്മൾ STC പേ എന്ന് മാത്രം അടിച്ച് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്പ് കാണിക്കും. ശരിക്കും അത് നമുക്കിപ്പോൾ ബഹ്റൈനിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. പകരം കണ്ടോ, അതായി കാണുന്ന STC പേ എന്ന് പറയുന്ന ആപ്പില്ലേ, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പകരം STC പേയുടെ കൂടെ ഒരു BH എന്നുകൂടെ അടിച്ചിട്ട് സെർച്ച് ചെയ്യണം. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഇതായി കാണുന്ന ഈ ആപ്ലിക്കേഷനാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്കിപ്പോൾ അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നത്. നിങ്ങൾ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. അത് പിന്നെ നമ്മൾ എല്ലാ ആപ്ലിക്കേഷനിലും ചെയ്യുന്നത് പോലെ തന്നെ സൈനപ്പ് ചെയ്യുക. ഇതിനകത്ത് ലോഗിൻ ആസ് എ ന്യൂ യൂസർ എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, നമ്മുടെ CPR നമ്പർ കൊടുക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ട് നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ആപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് ആപ്പിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ കാർഡ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു ATM കാർഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിനാൽ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ആ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. അപ്പോൾ അതിൽ അപ്ലൈ ഫോർ ഫിസിക്കൽ കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ എനിക്കിത് പ്ലാറ്റിനം കാർഡ് മാത്രമേ കാണുന്നുള്ളൂ. ഇതിൽ നമുക്ക് ആ ലോഞ്ച് ആക്സസ് കിട്ടില്ല കേട്ടോ. പകരം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന് കൂടിയ കാർഡിനായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബാക്ക് സ്പേസ് അടിച്ച് പുറകിൽ ഇതിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ മുകളിൽ റൈറ്റ് സൈഡിൽ ആ യെല്ലോ ഇതിൽ കാണിച്ചേക്കുന്നുണ്ട്, അപ്ഗ്രേഡ് ടു എലൈറ്റ് കാർഡ് എന്നാണ് കാണിച്ചേക്കുന്നത്. അതിൽ ആ മുകളിൽ കിടക്കുന്ന കാർഡ് നമുക്ക് മതിയാവും. അതിന് ഏകദേശം ഒരു 17 ദിനാറാണ് സർവീസ് ചാർജ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് താഴെ കിടക്കുന്നതിന് 44 ദിനാറോളം സർവീസ് ചാർജ് വരുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. മുകളിൽ കിടക്കുന്ന ബ്ലാക്ക് കാർഡ്, എലൈറ്റ് കാർഡ് യൂസ് ചെയ്താൽ മതിയാവും നമുക്ക്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സിലേക്ക് അവർ ആ കാർഡ് നമുക്ക് അയച്ചു തരും. ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ക്യാഷ് കയറ്റാൻ നോക്കാം. ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് അവൈലബിൾ ബാലൻസ് എന്ന് കാണിച്ചിരിക്കുന്നുണ്ട്. BHDയുടെ കൂടെ ഒരു 400 ഫിൽസ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ 400 ഫിൽസൊക്കെ കിടക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇപ്പോൾ ഇതിൽ നമുക്ക് ബെനിഫിറ്റ് കൂടെ വേണമെങ്കിൽ ബെനിഫിറ്റ് കൂടെ ചെയ്യാം, ATM കാർഡിൽ നിന്ന് തന്നെ ATM കാർഡിൽ നിന്ന് ചെയ്യാം. അങ്ങനെ ഓരോ വഴി കൂടെ നമുക്ക് ഇതിലേക്ക് ക്യാഷ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 100 ഫിൽസ് സർവീസ് ചാർജ് വരുന്നുണ്ട്. അതില്ലാതെ ചെയ്യാനൊരു വഴി ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് അവിടെ IBAN എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടാകും. അത് ആദ്യം നമ്മൾ കോപ്പി ചെയ്യുക. അവിടെ നിന്ന് അത് കോപ്പി ചെയ്തതിന് ശേഷം നേരെ നമ്മൾ എന്ത് ചെയ്യണം, ബെനിഫിറ്റിൽ പറ്റാം. ബെനിഫിറ്റിൽ നമ്മൾ സാധാരണ നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻ അല്ലേ, ആദ്യം നമ്മൾ അവിടെ പോകണം. ഇത് ജസ്റ്റ് ഒന്ന് ബെനിഫിറ്റ് ഒന്ന് ഓപ്പണായി വരട്ടെ കേട്ടോ. അത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബെനിഫിറ്റ് ഓപ്പണായി നമുക്ക് സെൻഡ് മണി എന്ന് എടുക്കുന്നത് അതിൽ ഫൗറി പ്ലസ്സിൽ പോവാം. ഫൗറി പ്ലസ്സിൽ മൊബൈൽ നമ്പർ എഴുതിയിരിക്കണം. എൻ്റെ റൈറ്റ് സൈഡിലിട്ട് IBAN എന്നൊരു കോളം അല്ലേ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ IBAN എൻ്റർ ചെയ്യാനുള്ള കോളം വരും. അവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത IBAN നമ്പർ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എമൗണ്ട് അടിച്ചിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ STC പേയുടെ വാലറ്റിലേക്ക് ആ ഫണ്ട് പോകും. നമ്മുടെ കയ്യിൽ നിന്ന് സർവീസ് ചാർജ് ഒന്നും തന്നെ ഈടാക്കുന്നതല്ല. ഇനി നമുക്ക് ഈ ബെനിഫിറ്റ് പേ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് STC പേ യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഇതിൽ കയറിയിട്ട് ഒന്നെങ്കിൽ ആ ഫൗറി പ്ലസ് ഓപ്പൺ ചെയ്യുക, അതില്ലെങ്കിൽ താഴെ ട്രാൻസ്ഫറിനകത്ത് സെൻഡ് മണി എടുക്കുക. സെൻഡ് മണി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ബെനിഫിറ്റിൽ യൂസ് ചെയ്യുന്ന പോലത്തെ തന്നെ ആ ഒരു കോളം വരും. അതിൽ ആ QR കോഡ് കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് QR കോഡ് ഓപ്ഷൻ സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അയക്കേണ്ട IBAN നമ്പർ അവിടെ കാണിക്കും. അപ്പോൾ എത്രയാണോ എമൗണ്ട് അയക്കേണ്ടത് ആ എമൗണ്ട് അടിക്കുക, ഓക്കെ അടിക്കുക, ഫണ്ട് ട്രാൻസ്ഫർ ആയിക്കോളും. ഇനി നമുക്ക് നാട്ടിലായിട്ട് എങ്ങനെ ക്യാഷ് അയക്കുന്നത് നോക്കട്ടെ. അതിൽ താഴെ ട്രാൻസ്ഫർ എന്നുള്ളതിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ എടുക്കാണ്ട് നമുക്ക് ആദ്യം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൽ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കും. ഇപ്പോൾ ഇതിൽ നിലവിലിപ്പോൾ കൊടുത്തിരിക്കുന്ന റേറ്റ് 231 രൂപ 60 പൈസയാണ്. ഇപ്പം ഞാൻ
വേറെ എക്സ്ചേഞ്ചിൻ്റെ ഒക്കെ റേറ്റ് കയറി നോക്കിയിട്ട് അതൊക്കെ ഒരുപാട് താഴെയാണ് കിടക്കുന്നത്. ഏകദേശം 1 രൂപയോളം കൂടിയിട്ടാണ് STCPയിൽ കിടക്കുന്നത്. മാത്രമല്ല ട്രാൻസ്ഫർ ഫീ, വാറ്റ് ഇതൊക്കെ ഫ്രീ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. മറ്റുള്ള എക്സ്ചേഞ്ചുകളൊക്കെ യൂസ് ചെയ്യുന്നതിൽ എല്ലാം കൊണ്ടും ബെറ്ററാണ് STCP യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നാട്ടിലായിട്ട് ക്യാഷ് അയക്കാനാണെങ്കിൽ നമുക്ക് വാലറ്റിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ ഈ എക്സ്ചേഞ്ചിൻ്റെ ആപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കുന്ന ക്യാഷും നമുക്ക് നാട്ടിലായിട്ട് അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കട്ടെ. കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടു. കാരണം മെയിനായിട്ട് ഇതിനകത്ത് ലോഞ്ച് ആക്സസ്സാണ് ഞാൻ കണ്ട വലിയൊരു കാര്യം കേട്ടോ. കാരണം ഈ ലോഞ്ച് ആക്സസ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും പ്രവാസികളുടെ. മിക്ക സമയത്തും മിക്കവരും കണക്ഷൻ ഫ്ലൈറ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലേ ഓവർ ടൈമിൽ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ആ ലോഞ്ചിലൊന്ന് കയറിയാൽ കൊള്ളാമെന്ന് മിക്ക ആളുകളും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ്. ഈ ഏറ്റവും കുറഞ്ഞ കാർഡിന് 15 ദിനാറും സർവീസ് ചാർജ്, ഏകദേശം ഒരു 3000 രൂപയാണ് ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ പോലും അൺലിമിറ്റഡ് ലോഞ്ച് ആക്സസ് ആകുമ്പോൾ എങ്ങനെ പോയാലും നമുക്കത് ലാഭം. ആ കൊടുക്കുന്ന 15 ദിനാർ ഒരു നഷ്ടമായിട്ട് കാണേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ലല്ലോ ഈ ക്യാഷ് ബാക്ക് ഓഫറൊക്കെ ആയിട്ട് എന്തായാലും നമുക്ക് ലാഭം വരുന്നുള്ളൂ. നമ്മൾ ഈ ബാങ്കിൻ്റെ തന്നെ ATM കാർഡൊക്കെ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിക്കുന്ന യാതൊരു ബെനിഫിറ്റും നമുക്ക് കിട്ടാനില്ല. പകരം ആ ക്യാഷ് ഇതിലേക്കൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ മാളിലൊക്കെ ചെല്ലുമ്പോൾ ട്രാൻസാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് 3% വരെ ക്യാഷ് ബാക്ക് കിട്ടണം. ക്യാഷ് ബാക്കിന് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ആ ക്യാഷ് നമ്മുടെ വാലറ്റിലേക്ക് വന്നോളും. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ അത് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുകയും ചെയ്യാം. കൂടുതലായിട്ടൊന്നുമില്ല, വീഡിയോയുടെ ലെങ്ത് ഒന്നും വെറുതെ കൂട്ടുന്നില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇപ്പോൾ വീണ്ടും കാണാം. ബൈ, സീ യു, സൈനിങ് ഓഫ്, അജ്മൽ സ്റ്റോറി ബുക്ക്.